കോൺഗ്രസിന്റെ ഏക മലയാളി ദേശീയ അധ്യക്ഷൻ ചേറ്റൂർ ശങ്കരൻ നായർ ഓർമ്മയായിട്ട് ഇന്നേക്ക് 91 വർഷം. പാലക്കാട് മങ്കര സ്വദേശിയായ ചേറ്റൂർ നിയമസാധ്യതകളെ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിനായി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ച നേതാവാണ്. ഗാന്ധിയൻ സമരരീതികളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചതും ചേറ്റൂരിനെ വ്യത്യസ്തനാക്കി. ചേറ്റൂർ ശങ്കരൻ നായർ 1934 ഏപ്രിൽ 24-നായിരുന്നു വിയോഗം. പാലക്കാട് മങ്കരയിൽ ജനിച്ച ചേറ്റൂർ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് മാത്രമല്ല, അഭിഭാഷകൻ, ന്യായാധിപൻ, വൈസ്രോയ് എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം, മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗം തുടങ്ങി വഹിച്ച പദവികളിലെല്ലാം തിളങ്ങി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ വൈസ്രോയി മൈക്കിൾ ഒഡയറിനെതിരെയുള്ള നിയമപോരാട്ടം ചേറ്റൂരിന്റെ ജീവിതത്തിലെ തിളക്കമുള്ള അധ്യായമാണ്. കേസിൽ തോറ്റെങ്കിലും മാപ്പ് പറഞ്ഞാൽ പിഴ ഒഴിവാക്കാം എന്ന കോടതിയുടെ ഔദാര്യം വേണ്ടെന്ന് പറയാൻ ചേറ്റൂർ ശങ്കരൻ നായർക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. ഗാന്ധിജിയുടെ സമരരീതികളോടുള്ള വിയോജിപ്പായിരുന്നു ചേറ്റൂരിനെ വ്യത്യസ്തനാക്കിയത്. നിലപാടുകൾക്കൊപ്പമായിരുന്നു അദ്ദേഹം സഞ്ചരിച്ചിരുന്നത്. അദ്ദേഹത്തിന് പൊതുവിഷയങ്ങളിലും രാഷ്ട്രീയ വിഷയങ്ങളിലും രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം തന്നെ കൃത്യമായ നിലപാടുകളുണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസൃതമായല്ല ചേറ്റൂർ പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹം രാഷ്ട്രത്തിൻ്റെ നന്മയെ കരുതിയാണ് അദ്ദേഹം നിലപാടുകൾ രൂപപ്പെടുത്തിയിരുന്നത്. ഇന്നത്തെ രാഷ്ട്രീയത്തിന് കൈമോശം വന്നുപോയ നിലപാടുകളുടെ ആൾരൂപമാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ജനിച്ചു വളർന്ന മങ്കരയിലെ വീട് ഇന്ന് ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ചേറ്റൂർ ജനിച്ചു വളർന്നത് അന്ന് ഞാൻ പറഞ്ഞില്ലേ, ജോയിൻ്റ് ഹിന്ദു ഫാമിലി ആക്റ്റായിരുന്നു, മരുമക്കത്തായമായിരുന്നു. അങ്ങനെ ഇവിടെ ചേറ്റൂർ ജനിച്ചതൊക്കെ ഇവിടെയാണ്. പിന്നെ പഠിക്കാൻ വേണ്ടി മദ്രാസിൽ പോയി അവിടെ അഡ്വക്കേറ്റായിരുന്നു. പിന്നെ ഹൈക്കോടതി അഡ്വക്കേറ്റ് ജനറലായി. പിന്നെ അവിടെ ജഡ്ജായി. ഫസ്റ്റ് നോൺ ബ്രാഹ്മിൻ ഇന്ത്യൻ ജഡ്ജ് ആയിരുന്നു. ചേറ്റൂർ ഓർമ്മയായിട്ട് 91 വർഷമാകുമ്പോൾ ഇപ്പോഴും അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങളും വാദവും നിലപാടുമെല്ലാം കൂടുതൽ ചർച്ചയായി ഉയർത്തെഴുന്നേൽക്കുന്നു. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്.